മന്ത്രിസഭയിൽ പിടിമുറുക്കാൻ തലസ്ഥാനത്ത് നിർണായക നീക്കങ്ങൾ നടക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല പക്ഷ നേതാക്കളും പഴയ എ ഗ്രൂപ്പ് നേതാക്കളും എത്തി തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നു. കെ.സി. വേണുഗോപാലിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക അന്തിമമാക്കുക. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലിയിൽ അവസാന നിമിഷം പിന്തള്ളപ്പെട്ടതിന്റെ നിരാശയിലാണെങ്കിലും AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ പാർട്ടിയിൽ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കെ.സി. വേണുഗോപാൽ പക്ഷം. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയ്ക്ക് അന്തിമ അനുമതി നൽകേണ്ടത് ഹൈക്കമാൻഡ് ആയതിനാൽ അക്കാര്യത്തിൽ കെ.സിക്ക് നിർണായക റോൾ ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായെങ്കിലും മന്ത്രിസഭയിൽ പിടിമുറുക്കാനുള്ള നീക്കത്തിലാണ് RC പക്ഷവും. ഇതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല പക്ഷ നേതാക്കളായ ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത് തുടങ്ങിയ നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, MK രാഘവൻ, ആന്റോ ആന്റണി തുടങ്ങിയ MP-മാരും കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലെത്തി. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDF-ലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. എല്ലാം പരിഹരിച്ചു. അതിനിടെ കെ.സിയെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണവും ഇന്നുണ്ടായി. കെ.സി. വേണുഗോപാലിനെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്ന് MK രാഘവൻ MP-യുടെ വിമർശനം. അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ഇന്നേവരെ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത വിധം MLA-മാര് പിന്തുണച്ച ഒരു നേതാവാണ്. ഇരുപക്ഷവും തങ്ങളുടെ നേതാക്കൾക്കായി നിലപാട് ഘടിപ്പിച്ചാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടായേക്കും. ജിബിൻ JB, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.